ഹായ് ഫ്രണ്ട്സ്, ഗ്രാമവാസിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു മാരക ഐറ്റത്തിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് നമ്മളോട് പങ്കുവയ്ക്കുന്നുണ്ട്. വീഡിയോയിലോട്ടൊന്ന് പോവാം. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കണോട് ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. പിന്നെ കൂടാതെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അതിൽ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൻ്റെ എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ സാധനം, മാരക ഐറ്റം എന്ന് പറഞ്ഞ സാധനം. ഇതാണ് ഒരു ആക്ഷൻ ക്യാമാണ്. അപ്പോൾ ആക്ഷൻ ക്യാമാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ നമ്മുടെ പൊട്ടിച്ച് കളഞ്ഞു. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൊട്ടിങ്ങൊരു ചടങ്ങാണ്. അതുകൊണ്ട് ഇത് പൊട്ടിച്ചിട്ട് കളഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇനി ബാക്കി ഇതിൻ്റെ കാര്യങ്ങളൊന്ന് നോക്കാം എന്താണ്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പൊട്ടിക്കാം. ഇതാണ് ഐറ്റം, ആക്ഷൻ ക്യാമാണ്. എന്താണ്, നോയ്സ് പ്ലേ വ്ലോഗ് എഡിഷൻ. നോയ്സ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയുടെ ഒരു ആക്ഷൻ ക്യാമാണ്. 4K ആക്ഷൻ ക്യാമാണ്. അതുപോലെ തന്നെ പ്ലേ വ്ലോഗ്, അതായത് വ്ലോഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വ്ലോഗിങ് എഡിഷനിലുള്ള ഒരു 4K വീഡിയോ ചെയ്യാൻ പറ്റും. പിന്നെ വാട്ടർ പ്രൂഫ് ഹൗസിംഗ് ഉണ്ട്, എക്സ്റ്റേണൽ മൈക്രോഫോണുണ്ട്. ഇതെല്ലാം ഇതിനകത്തുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ബാക്കി ഭാഗം കൂടെ ഒന്ന് പൊട്ടിച്ച് നോക്കാം. ഇതിൻ്റെ പുറത്ത് ഇതിൻ്റെ സൈഡിലായിട്ടൊരു ചെറിയ സ്ക്രൂ ഉണ്ട്. അപ്പോൾ അതൊന്ന് ഇതാണ് ഐറ്റം. ഇതിവിടെ തന്നെ വയ്ക്കാം. അപ്പോൾ ഇനി നമ്മൾ ക്യാമറ മാറ്റി വെച്ചു. ഇനി ഇതിൻ്റെ അകത്ത് എന്തൊക്കെ സെറ്റപ്പ് ഉണ്ടെന്ന് നോക്കാം. ഇതിൻ്റെ അകത്ത് ഈ മൈക്രോഫോണൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിനൊരു എന്താണ്, എൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻസാണ്, അതിനെ ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇതും അവരുടെ ഒരു എന്താണ്, എന്താണ് വാറണ്ടി കാർഡാണ്. ഈ QR കോഡുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റി വയ്ക്കാം. പിന്നെ അതോടൊപ്പം തന്നെ അതിൻ്റെ അകത്തുള്ള ഓരോരോ സാധനങ്ങളായിട്ട് പുറത്തു വന്ന് തുടങ്ങി. അപ്പോൾ ഇതിനകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് ഇതിനകത്ത് എല്ലാം കൂടി ഇവിടെയാണ് തട്ടാം. അതാണ് നല്ലത്. ഇനി ഓരോന്നിടത്തുനിന്ന് ചടങ്ങാണ്. ഇതിൽ ഒരുപാട് മൗണ്ട്സ് ഉണ്ട്. ക്യാമറ മൗണ്ട് ചെയ്ത് വയ്ക്കാനുള്ള സംഭവമുണ്ട്. അതുപോട്ടെ. അപ്പോൾ ഇത് കുറച്ച് ഇതിനകത്തുള്ളത് കുറച്ച് മൗണ്ട്സാണ്. മൗണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ നമ്മുടെ ഹെൽമെറ്റിൻ്റെ പുറത്ത് വയ്ക്കാനും വോളിലൊക്കെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനം. ഒരുപാട് മൗണ്ട്സ് ഉണ്ട്. അത് വേണ്ട, നമുക്ക് അങ്ങോട്ട് മാറ്റിക്കാം. പിന്നെ അതുപോലെ തന്നെ സ്റ്റിക്കറാണ് നമ്മുടെ ഒട്ടിച്ച് വയ്ക്കാനുള്ള, അതായത് വാളിൽ ഒട്ടിച്ച് വയ്ക്കാനുള്ള സ്റ്റിക്കറാണത്. പിന്നെന്ന് പറയുന്നത് ഇത് തന്നെ ക്ലീൻ, അതായത് ഡിസ്പ്ലേ ക്ലീൻ ചെയ്യാനുള്ള ക്ലോത്താണത്. പിന്നെ നമ്മുടെ മൈക്കും ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ മൈക്കും ഇതിനകത്തുണ്ട്. ഇതിനകത്തോട്ട് മാറ്റി ഇവിടെ വയ്ക്കാം. പിന്നെ അതിനൊരു USB കോഡ് വന്നിട്ടുണ്ട്, ഒരു ഡ്രൈവ് ചാർജിങ്ങിനും മറ്റു കാര്യങ്ങൾക്കിനും വേണ്ടിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ വ്ളോഗിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ സെൽഫി സ്റ്റിക്കിൽ വയ്ക്കുന്ന ഒരു സാധനമാണ്. സെൽഫി സ്റ്റിക്കിൽ അറേഞ്ച് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താണ് ഇതിൻ്റെ ഹോൾഡറാണത്. സെൽഫി സ്റ്റിക്കിൽ വയ്ക്കാനുള്ളത് അത്. ഇതെന്ന് പറയുന്നത് നമ്മുടെ വാട്ടർ പ്രൂഫ് അതിൽ വെച്ചിട്ടുണ്ട്, വാട്ടർ പ്രൂഫ് കവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റിക്കഴിഞ്ഞാൽ ഈ സാധനം അതിൽ ഇത് വെച്ചിട്ട് കവർ ചെയ്യാൻ പറ്റും. ക്യാമറ ഇത് വെച്ചിട്ട് കവർ ചെയ്യാം. ഇത് അങ്ങോട്ട് പോട്ടെ. ഇതും ഒരു മൗണ്ടിങ് സ്ക്രൂ ആണ്. അതുപോലെ തന്നെ ഇതും മൗണ്ടിങ് സ്ക്രൂ ആണ്. മൗണ്ടിങ് സ്ക്രൂ എല്ലാം മൗണ്ടിങ് സ്ക്രൂ ആണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ റിസ്റ്റ് ബാൻഡാണ്. റിസ്റ്റ് ബാൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ കയ്യിൽ വാച്ച് കെട്ടും പോലെ, ഇതേപോലെ വാച്ച് കെട്ടിക്കും പോലെ ഇങ്ങനെ വെച്ചിട്ട് ഇതും ഇങ്ങനെ വെച്ച് കെട്ടി വ്ളോഗ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ വെച്ച് അതിന് വേണ്ടിയിട്ടാണ് ഈ റിസ്റ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ സംഭവം. എല്ലാം കൂടെ ഇട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പുറത്ത് നമുക്കൊരു ചെറിയ ഗ്ലാസ് ടൈപ്പ് കാണാനുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത്
നമ്മുടെ എന്താണ് ഈ വാട്ടർ പ്രൂഫ് കവറാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമുക്ക് ഇൻസൈഡ് ദ വാട്ടർ ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഒരാളെ നിയോഗപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ക്യാമറമാനാണെന്ന് ഇതും കൊണ്ട് ഇറങ്ങുന്നത്. അപ്പോൾ അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു സ്പെക്കൊക്കെ നോക്കിയതിന് ശേഷം നമ്മളത് ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സ്പെക്ക് വരുന്നത്, ഇതിൻ്റെ പുറത്ത് തന്നെ നമുക്ക് സ്പെക്ക് കാണാൻ പറ്റും. ഇതിൽ സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. ഫീൽഡ് ഓഫ് വ്യൂ 170 ഡിഗ്രി, അത് ഡിസ്പ്ലേ 2 ഇഞ്ച് കളർ LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ ബാറ്ററി കപ്പാസിറ്റി 1050 mAh വരുന്നുണ്ട്. പിന്നെ മെമ്മറി സപ്പോർട്ട് ക്ലാസ് 10 മൈക്രോ SD കാർഡ് അപ് ടു 64 GB വരെ ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വാട്ടർ പ്രൂഫ് ഡെപ്ത് എന്ന് പറയുന്ന 30 മീറ്റർ വിത്ത് ഹൗസിങ്, അതായത് 30 മീറ്റർ വരെ നമുക്ക് ആഴത്തിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഓഡിയോ ഇൻപുട്ട് ഇതിൽ വരുന്നുണ്ട്. ഇൻപുട്ട് ഇൻറ്റേർണൽ മൈക്രോഫോൺ, എക്സ്റ്റേണൽ മൈക്രോഫോൺ സപ്പോർട്ടാണ് ഇതിൽ വരുന്നത്. അപ്പോൾ നമുക്കിതിൽ തന്നെ ഒരു മൈക്രോഫോൺ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് നോയ്സ് ഫ്രീ വ്ളോഗിങ് നമുക്കിവിടെ ഇതിൽ ചെയ്യാൻ പറ്റും. ആ ഒരു എക്സ്പീരിയൻസ് കിട്ടുമെന്നാണ് പറയുന്നത്. നമ്മളിത് കഴിഞ്ഞിട്ട് പോകുമ്പോഴത്തേക്കും അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ പിന്നെ വേറൊരു കാര്യം കൂടെ നമുക്കിതിൽ ചെയ്യാൻ നോക്കാം. അതായത് ഇതിൻ്റെ പുറകിൽ, ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് നമുക്കിപ്പോൾ 2 QR കോഡ് തന്നിട്ടുണ്ട്. അത് ഗൂഗിൾ പ്ലേയുടെയും ആപ്പ് സ്റ്റോറിൻ്റെയും, നമുക്ക് ആപ്പിൾ ഐഫോണിൻ്റെ ആപ്പ് സ്റ്റോർ ഇവിടെ തന്നിട്ടുണ്ട്. 2 QR കോഡ് ഉണ്ട്. അപ്പോൾ ഇത് തന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ തന്നെ ഇതിൻ്റെ QR കോഡ് സ്കാൻ ചെയ്ത് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇവരുടെ തന്നെ നോയ്സ് പ്ലേയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അതിലൂടെ നമുക്ക് നമ്മൾ വ്ളോഗ് ചെയ്യുന്ന വീഡിയോസും നമുക്ക് അപ്പോൾ തന്നെ നമ്മുടെ ഫോണിൽ, നമ്മുടെ മൊബൈലിൽ അത് ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്ക് ഈ ക്യാമറ ഉപയോഗിച്ച് വ്ളോഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ വീഡിയോസും മറ്റു കാര്യങ്ങളൊക്കെ ലൈവായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ വീഡിയോ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ലൈവായിട്ട് വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ആപ്പ് ഉപയോഗിച്ച് നമുക്ക് ഫോട്ടോ എടുക്കാനും, അത് നമുക്ക് ഒരു സ്റ്റിൽ ഫോട്ടോ എടുക്കണമെങ്കിൽ തന്നെ ആപ്പ് ഉപയോഗിച്ച് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും നമ്മുടെ ഫോണിലൂടെ തന്നെ. പിന്നെ നമുക്കത് ആപ്ലിക്കേഷനിൽ തന്നെ നമുക്ക് ലൈവ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള കുറച്ച് നല്ല ഫെസിലിറ്റീസ് ഇതിൽ തരുന്നുണ്ട് എന്നാണ് പറയുന്നത്. നമുക്ക് എന്തായാലും നമുക്കത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൂടെ നോക്കാനുണ്ട്. എന്തായാലും നമുക്ക് അധികമായിട്ട് നീട്ടുന്നില്ല. ഇനി ഇതിൻ്റെ എക്സ്പീരിയൻസ്, അതായത് ഇതിൻ്റെ ഈ ക്വാളിറ്റി ടെസ്റ്റ്, അതായത് നമ്മൾ ഇതിൽ വരുന്ന പിക്കും പിന്നെ ഇൻസൈഡ് വാട്ടർ ടെസ്റ്റിങ് അതൊക്കെ ഉണ്ട്. അപ്പോൾ അതിലോട്ടൊക്കെ നമുക്ക് പോവാം. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പുതിയ ആക്ഷൻ നോയ്സ് പ്ലേ വ്ളോഗിങ് എഡിഷനിലുള്ള ക്യാമറയിലാണ് നമ്മളിപ്പോൾ വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനും കൂടെ കിട്ടി നമ്മുടെ മൈക്കും കൂടെ ഇതിൽ വെച്ചിട്ടുണ്ട്. കാരണം ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഒരു ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ക്യാമറമാൻ ഇവിടെ നമ്മുടെ ആപ്ലിക്കേഷനിൽ നമുക്ക് യൂസ് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ആപ്ലിക്കേഷൻ നമ്മൾ അതിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ ക്യാമറ. അപ്പോൾ അതിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആപ്ലിക്കേഷനിൽ. ഇത് വളരെ കിടിലം ഒരു ഫീച്ചറാണ് നമുക്കിതിൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. നല്ല ഫീച്ചറാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ മൗണ്ട് ചെയ്ത് വയ്ക്കാൻ പറ്റും. മൊബൈൽ ഫോൺ മൗണ്ട് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ഒരു പിക്ചർ നമുക്ക് തന്നെ വ്ളോഗ് ചെയ്യുന്നത് നമുക്ക് തന്നെ കാണാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ളൊരു ഫീച്ചർ വളരെ കിടിലൊരു ഫീച്ചറാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ക്യാമറ, അതായത് മൈക്ക് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയുണ്ടെന്ന് അറിയില്ല. കാരണം അത് നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നോക്കും. ഇതിൻ്റെ പിക്സൽ എന്ന് പറയുന്നത്, ക്യാമറയുടെ പിക്സൽ എന്ന് പറയുന്നത് 16 മെഗാ പിക്സലാണ് ഇതിൻ്റെ ക്വാളിറ്റി ക്യാമറ ഫീച്ചർ വരുന്നത്, ക്യാമറ ലെൻസിൻ ഫീച്ചർ വരുന്നത്. പിന്നെ എന്തായാലും ഇനി അധികം വിട്ട് വലിച്ചു നീട്ടുന്നില്ല. നമ്മുടെ ക്യാമറാമാൻ ചാടാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ ചാടാൻ വേണ്ടി അവനെ നമുക്കൊന്ന് ചാടിച്ചതിൻ്റെ ഇൻസൈഡ് വാട്ടർ ഷൂട്ട് ചെയ്യണത് എങ്ങനെയാണെന്ന് അതിൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും ആ ചാട്ടത്തിലോട്ട് പോവാം. ക്യാമറയും കൊണ്ട് നമ്മൾ ഇൻസൈഡ് വാട്ടർ ഷൂട്ടിങ്ങിലോട്ട് പോവുകയാണ്. ഈ
ഹലോ, എല്ലാവർക്കും ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വെള്ളമൊന്നും കുഴപ്പമില്ല. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്താലും പോരാ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോയിൽ നിന്നും ആദ്യമായിട്ട് ഞാൻ സൈനിങ് ഔട്ട് പറയുന്നത്. അപ്പോൾ നമ്മുടെ സ്വന്തം നിതീഷ് ചേട്ടനോടൊപ്പം അരുൺ സൈനിങ് ഔട്ട്.